ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, CMS LP സ്കൂളിനെയും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും വളരെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സ്കൂളിലെ ദേശത്ത് മലമേലിരിക്കുന്ന പഠനബോധശോഭിക്കുക, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവ് വിദ്യാകരണം 2023 പഠനോപകരണ വിതരണം നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സഭാംഗവും ഈ ദേശത്തിന് അഭിമാനവുമായ ബിനോയ് കലാമന്ദിരത്തെ ദൈവം സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഉദ്ഘാടനം ചെയ്യുവാൻ ശ്രീ അനീഷ് ആനിക്കാടിനെയും ഉദ്ഘാടനം ചെയ്യുവാൻ ശിവശാലിനെയും ദൈവം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കൂടുതൽ എല്ലാവരും അനുഗ്രഹിക്കണേ. സ്കൂൾ നേതൃത്വം കൊടുക്കുവാൻ ഞങ്ങളുടെ സാറിനെയും അന്ന് ബലപ്പെടുത്തണമേ. പഠിപ്പിക്കുന്ന അധ്യാപകരോട് അനുഗ്രഹിക്കണമേ. കടന്നു വരുന്നവരെ ദൈവം മാനിക്കണമേ. ആദ്യം ദൈവകൃപയെ പരിപാലിക്കണമേ. യേശുവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാൻ ഈ നോട്ടീസ് ഇങ്ങനെ നോക്കുകയായിരുന്നു. ആർട്ടിസ്റ്റ് ബിനോയ് പാവാടിയുടെ 16ാമത് പഠനോപകരണ വിതരണം വിദ്യാകരണം 2023. കഴിഞ്ഞ 16 വർഷക്കാലമായി ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കുള്ള ബുക്കുകളും ബാഗുകളും മറ്റ് അനുബന്ധ പഠനോപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിനോയ് പാവാടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്തയാണല്ലോ, മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണ്. നിങ്ങൾക്കറിയോ മാനവ സേവ എന്ന് പറഞ്ഞാൽ, മാധവ സേവ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനറിയോ? പ്രായമുള്ളവർക്കറിയാം. ദൈവത്തെ സ്നേഹിക്കുക, സേവിക്കുക എന്ന് പറയുന്നത് ആരെ സ്നേഹിക്കുന്ന തുല്യമാണ്? മനുഷ്യനെ സ്നേഹിക്കുന്ന തുല്യമാണ്. നമുക്കറിയാം, ഒത്തിരി യൗവനക്കാരനായ ബിനോയ് പാവാടി ഈ നാടുകളിൽ യൗവനക്കാരൊക്കെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റ് ലോകപരമായ ചിന്തകൾക്കും പിന്നിൽ വിശ്വസിക്കുകയും അതിന് പിന്നാലെ ഓടുകയും ചെയ്യുമ്പോൾ തന്റെ തുച്ഛമായ വരുമാനം ഈ സ്കൂളിലെ മാത്രമല്ല ഈ സമൂഹത്തിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള നന്മയാക്കി മാറ്റുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം എത്ര ശ്രേഷ്ഠകരമാണ്. ഇപ്പോൾ ബഹുമാനമുള്ള ശിവചാരൻ പറയുകയായിരുന്നു, ബൾബ് മാറാൻ പോയിരിക്കുകയാണ്. എവിടെയാണെന്നാണ് സാറ് പറഞ്ഞതറിയാമോ? ഇവിടുത്തെ ഒരു മദ്യഷോപ്പിന് മുന്നിൽ. എന്താ കാര്യം പറയാം, ഏറ്റവും പ്രശ്നമാണ് വലിയ അവിടെ ബൾബ് ഇട്ടേ പറ്റൂ. ഈ സമൂഹം അത്രമാത്രം പിന്നിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില നന്മമരങ്ങളെ കാണുക എന്ന് പറയുന്നതിന് അഭിമാനമാണ്. വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഒരു കാര്യം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം രണ്ടാമത് മടങ്ങി വരുന്ന പുനരാഗമന സമയത്ത് ആരെയാണ് സ്വീകരിക്കുന്നത് അറിയാമോ? ഈ സമൂഹത്തിൽ ആരുമില്ലാത്തവരെയും ആരുമല്ലാത്തവരെയും കരുതുന്നവർ. കൃത്യമായ ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ വന്ന് കണ്ടുവോ, എനിക്ക് വേണ്ട സംരക്ഷണം ചെയ്തുവോ? അവസാനം ദൈവം പറയുകയാണ്, ഞങ്ങൾ ആരും അതിനെ കണ്ടില്ല എന്ന് പറയുന്ന ജനവിഭാഗത്തോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സമൂഹത്തിന് ചെയ്തതാകുന്നു എനിക്ക് ചെയ്തത്. പ്രിയരെ, ബിനോയ് എന്ന് പറയുന്ന ഈ മകൻ ഈ നാടുകളിൽ എത്ര ശ്രേഷ്ഠകരമായ ശുശ്രൂഷയാണ്. ഇവിടെ കോടികളുടെ ആസ്തി ഉണ്ടായിട്ട് സമൂഹത്തിൽ ഒരു നന്മയും ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തി പാവാടിയില്ലേ? അപ്പോഴാണ് തന്റെ വരുമാനം മുഴുവൻ എത്ര രൂപയുടെ പുസ്തകവും ബുക്കുകളും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനാണെങ്കിൽ മനസ്സുണ്ട്, ഒരു ആർദ്രത മനസ്സ്, ഒരു ദൈവിക മനസ്സ്. ആ മനസ്സിനെ ഞങ്ങൾ നമിക്കുന്നു. തീർച്ചയായും ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ മുഖാന്തരം ബിനോയ് ആദരിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. തുടർന്നും ദൈവത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ ബോധ്യത്തോടെ അനേകരെ സഹായിക്കുവാൻ ആ കരങ്ങൾക്ക് ശക്തി കൊടുക്കട്ടെ, ബലം കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും ബിനോയ്ക്കും ഇവിടെ കൂടുതൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കും നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സ്വാഗത പ്രസംഗം അറിയിക്കുന്നതിനായി ആർട്ടിസ്റ്റ് ബിനോയ് കലാമെന്ന ക്ഷണിക്കുന്നു. ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നത്, ഞാൻ വിളിച്ചിട്ട് ഞാൻ മിക്കോട്ട് പോയി പറഞ്ഞു അവരെല്ലാം ഈ വേദിയിരിക്കുന്നതാകുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. അതിന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഗതം പറയുന്നതിന് മുമ്പ് ഞാൻ 16 വർഷമായിട്ട് ഇതുപോലെ പ്രോഗ്രാം പല സ്ഥലങ്ങളിൽ നടത്തി വരുന്നുണ്ട്. ഇപ്പം ആ പ്രോഗ്രാമിലൊന്നും ആരും ഒന്ന് പങ്കെടുക്കാറില്ല. അപ്പൊ ഞാൻ ഓർക്കുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പകല് ഒരാളെ കുത്തിക്കൊന്നു. അപ്പൊ നാളെ 10 മണിക്ക് തെളിവെടുപ്പിന് കൊണ്ടിരുന്നുണ്ട്. എല്ലാവരും പണി കളഞ്ഞിട്ട് തെളിവെടുപ്പ് കാണാൻ വേണ്ടി വരും. ഇതുപോലുള്ള നന്മ ചെയ്യാൻ ആരും കാണത്തില്ല. എനിക്കിപ്പോ ഞാൻ വിളിച്ചോടല്ലേ വന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പല പ്രാവശ്യം ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നന്മ ചെയ്യുന്നിടത്ത് ആരും പരിഗണില്ല. ഇപ്പൊ ഞാനിവിടെ ഒരു ഫുള്ളിന്റെ കുപ്പി മേടിച്ചിട്ട് എടാ വന്നേക്കാവെന്ന് ചോദിച്ചാൽ നീ എവിടെയാ നിൽക്കുന്നത്, ബാക്കി സാധനം ഞങ്ങൾ വരാമെന്ന് മുമ്പേ സാധനങ്ങൾ പറഞ്ഞിട്ടിരിക്കുക. അതുപോലെ ഉണ്ടെങ്കിൽ എല്ലാവരും ഓടുക. ഇതുപോലെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ നോക്കി എന്നെ പുറകണ്ടു. ഞാൻ കുളിച്ചിട്ട് നിൽക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ 2 പേര് എൻ്റെ കൂടെ ഈ സ്ഥലത്തുള്ളൂ. എല്ലാ ഭാഷ അവർ 2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്ന് സഹായിക്കാനോ ഒന്നുമില്ല. ഈ ഇത് എടുക്കാന് മൈക്ക് എടുക്കാന് എല്ലാം ഒരാളും നമ്മളെ സഹായിക്കത്തില്ല. അത് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങളോട് പറയാം, നന്മ ചെയ്യുന്നവരോ കൂടെ നിൽക്കാൻ ആരുമില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എൻ്റെ ജീവിതത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നിട്ടുള്ളത് 16 വർഷമായിട്ട് ഒരു മനുഷ്യൻ പോലും എനിക്കൊരു സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടില്ല. എന്നാൽ നീ അത് ഞങ്ങൾ പുറകെ ഒന്ന് ചെയ്യുക എന്ന് പറയാൻ പോലും ഒരു മനുഷ്യനും വന്നിട്ടില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര, ഇപ്പം എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും വന്നിട്ടുണ്ട്, വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പേരൊന്നും ആരെ എടുത്ത് പറയുന്നില്ല. പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പറയാൻ എല്ലാവരുടെ പേര് പറയണം. അപ്പം ആ ഇരിക്കുന്നവർക്ക് തന്നെ അറിയാം ഞാൻ വിളിച്ചിട്ട് വന്നാമെന്ന് അറിയാം. പിന്നെ അത് ഇനിയിപ്പോൾ എനിക്ക് സ്വാഗതം പറയാനുള്ളത് ആദ്യം നമ്മളുടെ സ്കൂളിലെ സാറിനോടാണ്. അപ്പം സാറിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ സാറ് ഇതൊരു പ്രോഗ്രാം നടത്തണം. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞ് സ്കൂൾ പ്രവേശനോത്സവത്തിൽ നടത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സത്യം പറഞ്ഞാൽ പൈസ ഇല്ലായിരുന്നു. പക്ഷെ ഞാനൊരു സ്കൂളിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കും. അവിടുന്ന് 75,000 രൂപ വർക്ക് ഞാൻ പിടിച്ചിരിക്കുന്നത്. അവിടുത്തെ പൈസ കറക്റ്റ് കിട്ടുവാണെങ്കിൽ എനിക്ക് അന്ന് ആ ദിവസം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അവിടുത്തെ വർക്ക് തീരാൻ അവിടുത്തെ പൈസ കിട്ടിയില്ല. പിന്നെ ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് പോയി അവിടുത്തെ വർക്കിൻ്റെ പൈസ മേടിച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അല്ല നമുക്ക് മറ്റൊരു എന്തെല്ലാം രീതിയിൽ പോയാലും ഒരു രാത്രി എനിക്കിപ്പോൾ ഈ സന്തോഷം ഒരു വർഷത്തേക്കുള്ള സന്തോഷമാണ്. അടുത്ത വർഷം ചെയ്യുന്നതോടെ വരെയുള്ള സന്തോഷമാണ്. അപ്പം എനിക്കിപ്പോൾ സാറിനോടുള്ള പ്രത്യേകം നന്ദി. ഈ സ്കൂൾ ടൈമിൽ എനിക്ക് ഇതുപോലൊരു അവസരം ഒരുക്കി തന്നതിന് സാറിനോട് നന്ദി പറയുന്നത്. അതിന് ഈ വേദിക്ക് സാറിനെ ഞാൻ സ്വാഗതം പറയുന്നത്. പിന്നെ സാറ് പറയുന്ന അച്ഛനെയാണ്. അച്ഛൻ വന്ന നാളും പോയിട്ട് അച്ഛൻ എപ്പോഴും പറഞ്ഞ കാര്യം, ഞാൻ പള്ളി വന്നില്ലെങ്കിൽ എൻ്റെ നന്മകളൊക്കെ കാണുന്നുണ്ട്. അന്നേരം അച്ഛൻ പറയും അപ്പം എനിക്ക് കാര്യമില്ല, പക്ഷെ പള്ളി വന്നാൽ അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. എങ്കിലും ശരിയാണ്, പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെയൊക്കെ ഞാൻ പോകുന്നില്ല, എന്നാൽ എനിക്കതിനെ അറിയത്തില്ല. പിന്നെ എനിക്കിതുപോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ദൈവം എൻ്റെ പേര് എഴുതി വെക്കും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് അതിന് വിശ്വസിച്ച് പോകുന്നു. അപ്പം അച്ഛനെ ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ശിവചേട്ടനെയാണ്. ഞാൻ ഇതുവരെയായിട്ടും ശിവചേട്ടൻ സാറിനെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് ഞാൻ കാണുന്നതുകൊണ്ട് ശിവചേട്ടൻ മാത്രമേ വിളിച്ചു. ശിവചേട്ടനെ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ വിളിക്കും. ശിവചേട്ടൻ ഇതുപോലെ ചൊവ്വാഴ്ച പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് ശിവചേട്ടൻ പറഞ്ഞ് ബിനോയ് ഒന്നും ഓർപ്പിച്ചേക്കണം, ചൊവ്വാഴ്ച എത്ര മണിക്ക് 10:30 ഓക്കെ ഞാൻ വന്നേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ വിളിച്ചു. ഞാൻ വീട്ടിൽ പോയത് കാണുന്നത് ഫോണിൽ വിളിക്കും വരുക വരും. പിന്നെ ഞാൻ പിന്നെ ഫോണിൽ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല. കൃത്യസമയത്ത് ശിവചേട്ടൻ വരും എനിക്ക് ഉറപ്പുണ്ട്. ശിവചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വളരെയേറെ സന്തോഷവും തരുന്ന ഒരാളാണ് അനീഷേട്ടനെ. ഞാൻ അനീഷേട്ടനാണ് വിളിക്കുന്നത്. എല്ലാവരും സാറിനെ വിളിക്കും, ഞാൻ അനീഷേട്ടനാണ് വിളിക്കുന്നത്. എൻ്റെ പ്രവർത്തന മേഖല സമൂഹത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച ഒരു വ്യക്തിയാണ് അനീഷേട്ടൻ. എന്നുവെച്ചാൽ ഞാൻ 10 വർഷമായിട്ട് ഇതുപോലെ ചാരിറ്റി ചെയ്യുന്ന ഈ ദേശത്ത് പോലും ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. 10ാമത്തെ വർഷം അനീഷേട്ടൻ മലയാള മനോരമയിൽ ഒരു ഫോട്ടോ ഇട്ടു, സ്വാതന്ത്ര്യ പ്രസംഗത്തിൻ്റെ 10 വട്ടം എന്ന് പറഞ്ഞത്.
അന്ന് ആ ഫോട്ടോ പത്രത്തിൽ വന്നപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചത്, സാധാരണ നമ്മുടെ ഫോട്ടോ പത്രത്തിൽ വരാൻ സാധ്യത കുറവാണ്, ഒന്നുകിൽ മോഷണം അല്ലെങ്കിൽ പീഡനം. എന്നെ പലരും വിളിച്ച് ചോദിച്ചതാണ്. എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം വിളിച്ച് ചോദിച്ചത് അത് എൻ്റെ ഫോട്ടോ കണ്ട പീഡന കേസാണോ ചോദിച്ചത്. അപ്പം അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നാട്ടിലുള്ളത്. അപ്പം അനീഷേട്ടൻ വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സമൂഹം കൂടുതൽ പ്രതിബദ്ധം വന്നു. അപ്പം അനീഷേട്ടൻ തന്നെ ഇന്നലെ ഞാൻ അനീഷേട്ടൻ കഴിഞ്ഞ ദിവസം അനീഷേട്ടനെ വിളിക്കാൻ ചിലപ്പോൾ അനീഷേട്ടൻ എന്നോട് പറഞ്ഞു, ബിനോയ് ഓക്കെ ഞാൻ വരാം, പത്രത്തിൽ ഫോട്ടോ വരുത്തുന്നു. ഞാൻ എൻ്റെ മുന്നേ അനീഷേട്ടൻ പത്രത്തേക്ക് ഫോട്ടോ വേണ്ട, അനീഷേട്ടനല്ല എന്നെ ഇത്ര ആക്കിയത്, ഈ പ്രാവശ്യം അനീഷേട്ടൻ വരാൻ മതി, ഒരു കുഴപ്പമില്ല, ബിനോയ് ഞാൻ വന്നേക്കാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അനീഷേട്ടനെ ഞാൻ ഈ സാധനം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ പിന്നെ അതിന് പിന്നെ എനിക്ക് ഭയങ്കര വേറെ പ്രശ്നമാണ് നിങ്ങൾ പറയാം. എനിക്ക് 2018 JC ഡാനിയൽ പുരസ്കാരം നന്മ കലാശ്രീ അവാർഡ് എനിക്ക് കിട്ടുന്നുണ്ടായി. അന്ന് ഈ നാട്ടുകാരെല്ലാം പാമ്പടിലുള്ള സ്ഥാപനത്തിലുള്ളവരെല്ലാം ഫ്ലെക്സ് വെച്ചു. അപ്പോൾ സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ആശുപത്രികൾ പറഞ്ഞ് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, 5 കടക പരിചയം. അപ്പോൾ തന്നെ ബസ്സിൽ ഇരുന്നിട്ട് കണ്ടിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്ക് ആ പുള്ളി ഫോൺ ചെയ്യുക, അവരെ ഞാൻ ഇതിനെ കണ്ട് സംസാരിച്ചതാണ് എന്നാ പറ്റിയത്. അപ്പൊ സാധാരണ നമ്മുടെ ഫ്ലെക്സ് വരുന്നത് മരണാനന്തരം മാത്രമേ ഫ്ലെക്സ് അടിക്കത്തുള്ളൂ എന്നാണ് അർത്ഥം. അപ്പൊ പുള്ളി ഞാൻ ഇന്നലെ അവരോട് സംസാരിച്ചാണ് ഇത്ര അവിടെ നല്ല പറ്റി എപ്പോഴായിരുന്നു. അപ്പൊ പുള്ളി വെച്ച് എന്ത് പറ്റി അല്ലാതെ ഫ്ലെക്സ് ചെയ്യപ്പെടുന്നത് പുള്ളി ആശംസകൾ വായിച്ചില്ല, ആ കണ്ടപ്പോഴേ ആദാനിയിലങ്ങ് ആക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ഇവിടെ വന്നതിന് എല്ലാവരോടും നന്ദി സ്നേഹമൊക്കെ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വിളിച്ച് വന്നതിന് ഒരുപാട് പേര് വരുന്നുണ്ട്, അവരെല്ലാം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. പക്ഷെ എനിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട്, അത് ഇപ്പം ഞാൻ വിളിക്കുന്നില്ല, പിന്നെ വിളിച്ചോളാം. അപ്പോൾ തന്നെ വന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം പറയുന്നു, നന്ദി പറയുന്നു. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്ര മാത്രം ചെയ്താൽ മതി, എനിക്ക് വേണ്ടി പാർട്ടിക്ക് ആരോഗ്യം തരിക, ഇനിയും ചെയ്ത് തീർക്കണം. പലരും എന്നെ കുറ്റപ്പെടുന്നത് എനിക്ക് വീടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ പറഞ്ഞ് ഞാൻ വിവാഹം കഴിക്കാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതൊരു മനസ്സാണ് നമുക്കൊരു കുടുംബമൊന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമല്ല. പിന്നെ അങ്ങനെ ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പിന്നെ പലരും പറഞ്ഞ എൻ്റെ പേരിനെ പ്രശസ്തിക്കാൻ വേണ്ടിയാണ്. എനിക്ക് നല്ലൊരു തൊഴിലല്ല, ഒരു ആവശ്യമുള്ള തൊഴിലറിയാം, അത് വെച്ച് തന്നെ എനിക്ക് പേരും പ്രശസ്തിയും നേടാം. പിന്നെ ഞാൻ ഇതുപോലെ കയ്യിരിക്കുന്ന പൈസ മുടക്കി ഞാൻ എന്തിന് എൻ്റെ പേരുണ്ടാക്കണം? ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പേരുണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പോകുന്ന കാര്യമില്ല. പക്ഷേ 2006 ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങുന്ന ഈ സ്കൂളിൽ നിന്നാണ്. ഇവിടെ 6 കുട്ടികൾക്ക് 6 ബാഗിൽ കോടയും ബുക്ക് കൊടുത്താണ് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇപ്പം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അതും ഈ സ്കൂളിൽ വെച്ചാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ബാഗിലുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ ഞാൻ അവസാനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ മാസങ്ങളായിട്ട് ഈ ഇപ്പോൾ ഫോൺ കോളുകൾ, അത് അനീഷേട്ടൻ്റെ മനോരമ ഒരു വാർത്തയ്ക്കകത്ത് എൻ്റെ ഫോൺ നമ്പറുണ്ട്. ഒരുപാട് വേദന അനുഭവിക്കുന്നവരെ ഞാൻ ഈ കുറേ മാസങ്ങളായിട്ട് കാണും. ക്യാൻസർ പേഷ്യൻസ് ഒരുപാട് പേരെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ ബാഗിയുമായിട്ട് ചെന്നപ്പോൾ തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഈ ബാഗി ബുക്ക് തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ പൈസ തരാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ അവർ കുറേ ഗുളിക എന്നെ കാണിച്ചത്. ആ ഗുളിക കാണിച്ചപ്പോൾ തന്നെ ഒരു 10-500 ഗുളികയാണ്. ഞാൻ ചോദിച്ചു എപ്പോഴും ആഹാരം കഴിക്കുന്നത് അതിനുമാത്രം ഗുളികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അസുഖം ക്യാൻസർ ആണ് പറഞ്ഞത്. അപ്പോൾ എന്നെ പറഞ്ഞ് ഇവിടെ ഈ ബാഗ് എടുത്തിട്ട് അതിൻ്റെ പൈസ തരാമെന്ന്. ഞാൻ പറഞ്ഞു ബാഗ് ഇരിക്കുന്നത് ഞാൻ സഹായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടുങ്ങൂർ സ്കൂളിൽ വർക്ക് ചെയ്യുന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്ന കൂട്ടുകാർ പറഞ്ഞു ഇവിടെ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, അതിൻ്റെ മോള് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ബാഗിൽ കുറേ ബുക്കും മേടിച്ച് ആ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേന് ടീച്ചറിനോട് പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് ക്യാൻസർ പേഷ്യൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ആ ടീച്ചർ പറയാം, വീണ്ടും ഈ ക്യാൻസർ പേഷ്യൻ്റെ മോളല്ല പഠിക്കുന്നത്, അവരുടെ മോൾക്ക് ക്യാൻസറാണ്. 10 മിനിറ്റ് മുമ്പ് അവർ ആഫീസിലേക്ക് പോയത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. നമുക്കത് എന്തേറെ സുഖങ്ങളാണ് ദൈവം തരുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണാതെ പോകും. നമ്മുടെ ചെറിയ പോകാം. അപ്പോൾ നമ്മൾ പേരിനെ പ്രസിദ്ധിക്കാൻ വേണ്ടി ചെയ്യണ്ട. നമ്മൾ മൊബൈൽ തന്നെയാണ് അക്കൗണ്ട് അവർ അക്കൗണ്ടിൽ 10 രൂപ 100 രൂപ വിട്ടുകൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം തൊട്ട് ഈ വിദ്യാകരണം എന്നുള്ള പരിപാടി കുറയ്ക്കുകയാണ്.
നമ്മളെല്ലാം പറഞ്ഞ 100 കുട്ടികളിലേക്ക് നമ്മൾ ഭാഗ്യ ബുക്ക് എത്തിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം തൊട്ട് നമ്മൾ അത് കുറച്ചുകൊണ്ട് രോഗികളിലേക്ക് മാറാൻ പോകുന്ന കാര്യം അരിശേട്ടനോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. എന്നെ അരിശേട്ടാണ് ഇപ്പോൾ ആക്കിയത്. എങ്കിലും എനിക്ക് രോഗികളെയാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കൊടുങ്ങൂര് വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അവരെ വിളിച്ചു പറയാൻ ചെന്നപ്പോൾ ആ കൊച്ചിന് 2 പെൺപിള്ളേരാണ്. അവർ 2 പേർക്ക് ഭാഗ്യ ഇതെല്ലാം മേടിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ആ പിള്ളേർ അമ്മയെ കണ്ടപ്പോൾ അമ്മ ഇറങ്ങി വരുന്നില്ല. നമ്മൾ അമ്മ ഇറങ്ങി വരാൻ പറയുമ്പോൾ അമ്മ ഇറങ്ങിയപ്പോൾ തന്നെ ബിനോയ് എന്നെ കാണണമെന്നോ ഞാൻ ചെന്നാന്ന് ചോദിച്ചപ്പോൾ തന്നെ അവരിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് ക്യാൻസർ. അപ്പോൾ തന്നെ അവിടെ മോക്ക് ചെവി കേൾക്കത്തില്ല, മിണ്ടാനും പറ്റത്തില്ല. ആ കുറച്ച് അങ്ങനെ ഇപ്പം എൻ്റെ ബിനോയ് ഞങ്ങൾ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുപോലെ പലരും എന്നെ വിളിച്ചു. കഴിഞ്ഞ ഓണത്തിനാണ് ഞാൻ പറയുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് പറയുന്നത് ഞാൻ അനുഭവിച്ച വേദന നിങ്ങളോട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 ഓണക്കിറ്റ് നമ്മുടെ ഓണക്കിറ്റുണ്ട്. ഞാൻ 2 എണ്ണം കൂടി 6000 രൂപയാണ്. ഞാൻ 2 ഓണക്കിറ്റ് ഒന്ന് അരിപ്പറമ്പിൽ ഒരു സാധനം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. അവർ എന്നൊരു ഓണത്തെ വിളിച്ചു പറയുന്നത് ഞാൻ അരിയായിട്ട് അരിയും പച്ചക്കറിയൊക്കെ ആയിട്ട് ചെന്നപ്പോൾ ആ വീട്ടുകാർ പറയാം നാളെ ഓണമാണ്, ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരെല്ലാം ഉടുത്തൊരുക്കിപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയിലായിരിക്കും. അവരെന്നെ കെട്ടിപ്പിടിച്ച് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കാണുമ്പോൾ നമുക്കുണ്ടായ വിഷമം ഭയങ്കരമായിരുന്നു. ഞാൻ എല്ലാവരും ഓർക്കും ഞാൻ ചെയ്ത വലിയ ജാടകയാണ്. നിങ്ങളൊന്ന് ഒരു ദിവസം ഇറങ്ങി നോക്കിയിട്ട് എത്രയോ പേര് ഇതുപോലെ കഷ്ടപ്പെടുന്ന വേദിയിൽ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് എനിക്ക് ജാടയ്ക്ക് വേണ്ടി ഒരിക്കലും ജാടയ്ക്ക് വേണ്ടി എന്നെ പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. പ്രസിദ്ധിയൊക്കെ പിന്നീട് എന്നെ തേടി എത്തിയതാണ്. അത് ഞാൻ കൊടുത്ത് ഞാൻ പറഞ്ഞ അനീഷേട്ടൻ്റെ ഒരു വാർത്തയിലൂടെ മാത്രമാണ് ഞാൻ ഈ ലോകം അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് പല അവാർഡുകൾ കിട്ടി. അനീഷേട്ടൻ്റെ ഒറ്റ വാർത്തയിലൂടെ മാതൃഭൂമി, ദേശാഭിമാനി, മംഗളം, കേരള കൗമുദി എന്ന് വന്ന റിപ്പോർട്ടുകൾ കൊച്ചി ബ്യൂറോയിൽ നിന്ന് എന്നെ ഒരു പെണ്ണ് രാവിലെ വിളിക്കുക ബിനോയ് സാറാണെന്ന് വിളിച്ചത്. ഞാൻ സാറിനെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പിന്നെ വിളിച്ച് ബിനോയ് സാർ ഒന്ന് വീട്ടിലുണ്ടോ എന്നാൽ ഞാൻ ഇതുപോലെ രാവിലെ എന്നെ കളിയാക്കുന്നു വെച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. ഞങ്ങളിന്ന് 1 മണിയാകും വൈകിട്ട് വരുന്നുണ്ട്, ബിനോയ് സാറിനെ കാണാൻ പറ്റുന്നു. ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ പോയാൽ അന്നേരം ഞാൻ തമാശ രീതി പറഞ്ഞ് 3:45 പാമ്പാടി വന്നിട്ട് ബിനോയ് സാറിന്റെ വീട്ടിലോട്ട് വന്ന വഴി ഏതാണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നിയത് എന്തോ കാര്യമായിട്ടുള്ള ആരോ വരുന്നതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ വീട് ഇങ്ങോട്ട് തോട്ടക്കാട് പറഞ്ഞു തോട്ടക്കാട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ സാധാരണ നിൽക്കുമ്പോൾ അർച്ചന മനോജ് എന്ന് പറഞ്ഞൊരു കേരള കൗമുദി റിപ്പോർട്ടർ എൻ്റെ അടുത്തേക്ക് വരിക, നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒന്നും വേണ്ട, ഞങ്ങൾക്ക് 10 മിനിറ്റ് ഇരുന്നാൽ മതി. പിറ്റേ ദിവസം കേരള കോട്ടയം ബ്യൂറോ ഇല്ല, കൊച്ചി ബ്യൂറോയുടെ പത്രത്തിൽ കൗമുദി ബഷീർ എന്ന ഇതിനകത്ത് ബിനോയെ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞൊരു വാർത്തയോട് കൂടി എൻ്റെ ചിത്രത്തോടു കൂടി ഒരു വാർത്ത വന്നു. അതിനുശേഷം ഇല്ലാതെ സാന്ദ്ര പ്രശ്നത്തിൻ്റെ 10 വർഷം, അത് കഴിഞ്ഞ് നന്മ നിറഞ്ഞ ബിനോയ്. ഇതെല്ലാം എനിക്ക് സന്തോഷമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കഥയിൽ നന്ദി, നമസ്കാരം. തൻ്റെ ജീവിതത്തിൽ പേരും പ്രശസ്തിയും വാങ്ങുന്നത് ചെയ്യുന്നത് തീർച്ചയായും അങ്ങനെയല്ല. കാരണം അങ്ങനെ ചെയ്യാനാണ് ബിനോയ് പറഞ്ഞതുപോലെ ഒരു നല്ല തൊഴിലുണ്ട്. നല്ല മനോഹരമായ ആർട്ടിസ്റ്റ് ഒക്കെ 1-2 ദിവസങ്ങൾ വരെ സ്കൂളിൻ്റെ മുറ്റത്ത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം മനോഹരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മറ്റുള്ളവരെ സ്നേഹിക്കുക, കരുതുക എന്ന് പറയുന്നത് നന്മ ഉള്ളിലുണ്ട്. പ്രത്യേക കാര്യം നമുക്ക് ആഗ്രഹിക്കും. ഇന്നലെ ഞങ്ങളുടെ പരിസ്ഥിതി മധ്യ മകളുടെ നേതൃത്വത്തിൽ കോട്ടയം ബ്രിട്ടീഷ് സെന്ററിൽ വെച്ച് നടന്നപ്പോൾ ലോകത്തിന്റെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന ഗോപിനാഥ് മുതുകാടാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുതുകാട് സാറിനെ. മജീഷ്യന്മാരിൽ മാന്ത്രികനായിരുന്നു അദ്ദേഹം. അവരിൽ തന്നെ ഏറ്റവും ഉന്നതൻ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓസ്കാർ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് വരെ ലഭ്യമായ വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ കാസർഗോഡ് നടന്ന എൻഡോസൾഫാൻ ദുരന്തത്തിൽ ഓട്ടിസവും മറ്റു രോഗങ്ങളും ബാധിച്ച കുഞ്ഞുങ്ങളുടെ മുന്നിൽ മാജിക് അവതരിപ്പിക്കാൻ പോയ വ്യക്തി മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ കണ്ടപ്പോൾ അന്നൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ മാജിക് പ്രൊഫഷൻ ഉപേക്ഷിക്കാം. ഇന്നു മുതൽ ഈ കുഞ്ഞുങ്ങളുടെ അപ്പനായി ഞാൻ പ്രവർത്തിക്കും. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് തിരുവനന്തപുരം മാജിക് പ്ലാനറ്റ് അറിയാം, അതിന് പോയിട്ടുണ്ടായിരിക്കും. അവിടെ ഈ കുഞ്ഞുങ്ങളെ ദുരിതപ്പിക്കുക, അവർക്ക് അവിടെ മാജിക് പഠിപ്പിക്കാനുള്ള അവസരം കൊടുത്തിട്ട് ലോകമെമ്പാട് നടന്ന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയും ഈ ചരിത്രം പറയുകയും തനിക്ക് ലഭ്യമാകുന്ന പ്രതിഫലം ഈ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ബോധ്യം തോന്നിയെങ്കിൽ
അതുപോലെ ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ദിവസം സന്തോഷിക്കാൻ മീൻ പിടിക്കാൻ പോയാൽ മതി എന്ന് എതിര് പറയും. ഒരു ദിവസം സന്തോഷിക്കാൻ, ഒരു മാസം സന്തോഷിക്കാൻ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും. ഒരു വർഷം സന്തോഷിക്കാൻ കുറച്ച് പണം സമ്പാദിച്ചാൽ മതി എന്ന് പറയും. എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി. ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 17 നവംബർ ശ്രീ കുര്യനെ ശിവചാനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അനിൽ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട അനീഷ്, അതുപോലെ നമ്മുടെ പ്രധാന അധ്യാപകൻ മത്തായി സാറ്, അതുപോലെ ബിനോയ്, PTA പ്രസിഡന്റ്, മറ്റ് അധ്യാപകരെ, ഞാൻ ബഹുമാനപ്പെട്ട നോക്കിയപ്പോൾ ഒത്തിരി പേരൊക്കെ ഇരിപ്പുണ്ട്. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഓരോരുത്തരൊക്കെ വിളിച്ചത് എൻ്റെ അനിയത്തിയാണ് അവിടെ ഇരിക്കുന്നത്, ബ്യൂട്ടീഷ്യനാണ്, സുനീഷുമാരും അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അന്നേരം ചോദിച്ചു, പിള്ളേരെ ബ്യൂട്ടീഷ്യൻ എങ്ങാനും കോഴ്സ് പഠിപ്പിക്കാൻ വന്നതാണോ എന്നൊക്കെ സംശയം ചോദിച്ചു. എന്നാലും ബിനോയ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വന്നതാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിനോയെ മനസ്സിലാക്കിയത് JC ഡാനിയൽ പുരസ്കാരം കിട്ടുന്ന സമയത്താണ് ബിനോയെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആളാണെന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം ബിനോയ്ക്ക് MM മണിയുടെ നിന്ന് മണിയാസന്റെ എന്നോടൊരു അവാർഡൊക്കെ ഞങ്ങൾ കൊടുത്തായിരുന്നു, മെയിൻ്റനൻസിൻ്റെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അമ്പാടി IDFP സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ പഠനോപകരണം ചെയ്ത് ബിനോയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ പല ആൾക്കാരും പലവർക്കും പല സഹായങ്ങൾ ബിനോയ് ചെയ്യുന്ന ഒരാളാണ്. ഒരു 2017 കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു ക്യാൻസർ ഉണ്ടായ ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി പണസമ്പാദനം നടത്തിയപ്പോൾ പാമ്പാടിയുടെ 17-ാം വാർഡിലുള്ള ഒരു കുട്ടി തന്നെയാണ്, നമ്മുടെ അടുത്തുള്ളതാണ്. അപ്പം ഞാൻ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടത്, ബിനോയ് കുറച്ച് കുട്ടികളെ ആയിട്ട് കുറെ പണം പിരിച്ച് അത് എണ്ണുന്ന സ്ഥലത്ത് കൊണ്ടുതരുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊച്ചുകുട്ടികളെ തന്നെ അവരെ കൊണ്ട് നടന്ന് അവരുടെ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് അവരെ കൊണ്ട് നടന്ന് പിരിച്ച് ബാക്കിയുള്ള ഒത്തിരി ആൾക്കാരെ തന്നു. 13 ലക്ഷം രൂപയോടെ ഞങ്ങൾ അതിനെ സംഭരിച്ചു. പക്ഷെ അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഈ കുട്ടികൾ പിരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ബിനോയ്. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു തീർത്ഥാമോൾ സഹായം, അതിന് ബിനോയ് ഇതേ കാര്യം തന്നെ ചെയ്യും. മേലാതെ നമ്മുടെ മുന്നിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളൊരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ ബിനോയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആദ്യം ഒരു ബിനോയ് ആരും അംഗീകരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്, ദൈവം കാണുന്നുണ്ട്. അദ്ദേഹം അറിയാതെ നിന്റെ തലയിൽ ഒരു തലമുടി പോലും പൊഴിയുന്നില്ല, അതുവരെ അറിയാം. തീർച്ചയായിട്ടും ബിനോയ് യാതൊരു സംഘടനയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെയുള്ള ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിന്റെ പല മാർഗങ്ങളും കാണും. പക്ഷെ അവൻ ഉയർത്തപ്പെടും. ശവക്കല്ലറിയിലാണെങ്കിൽ കിടക്കുന്നവനാണെങ്കിൽ അവൻ ഉയർത്തപ്പെടും, യാതൊരു സംശയമില്ല. അത് ദൈവ നിയോഗമാണ്. ദൈവം നിങ്ങളെ എന്തിനു വേണ്ടിയാണോ നിയോഗിച്ചത്, ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി ചെയ്യുന്നുള്ളത് കാണുന്നവനായ ഒരാളുണ്ട്. നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും, നമ്മളായ നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾ കണ്ടില്ലെങ്കിൽ പോലും ദൈവം തമ്പുരാൻ അത് കാണുന്നുണ്ട്, അവനെ ഉയർത്തിയിരിക്കും. നല്ലത് ചെയ്യുന്നവനെ ചിലപ്പം കല്ലേറൊക്കെ കിട്ടും. മാങ്ങ കൂടുതൽ കിടക്കുന്നിടത്തെ മാവനെ കല്ലെറിയത്തുള്ളൂ, നന്മയുള്ളിടത്തിന്റെ കല്ലേറുണ്ടാകത്തുള്ളൂ. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ബിനോയ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. പുരസ്കാരങ്ങളൊന്നുമല്ല കാര്യം, പ്രശസ്തിയിലല്ല കാര്യം. നിന്നെ കല്ലെറിയുന്നുണ്ടെങ്കിൽ ബിനോയെങ്കിലും പറഞ്ഞാൽ നിനക്ക് പ്രശസ്തിക്ക് വേണ്ടി അത് കല്ല് വരുന്നത്. പക്ഷെ അതല്ല, അത് കേൾക്കുമ്പോൾ അതിനെ ആ അവജ്ഞയോടുകൂടി തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നിൽക്കുകയാണ്. കൈ കനമുള്ളവൻ പേടിച്ചാൽ മതി, അല്ലാതെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കുന്നു? തീർച്ചയായിട്ടും അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ബിനോയ്ക്ക് ഉണ്ടാകുന്നത് യാതൊരു സംശയമില്ല. എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം എന്റെ വാർഡിലുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നത് പറയുമ്പോൾ, ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് ബിനോയ് എനിക്ക് വേണ്ടി ഒരു പണം വരച്ചു പ്രചരണത്തിൽ വന്നായിരുന്നു. അപ്പൊ നല്ല ഭംഗിയായ രീതിയിൽ ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബിനോയ് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം ഒരു ദിവസം കയറി വന്നപ്പോൾ സാറുമായിട്ട് കണ്ടപ്പോൾ ഞാൻ ബിനോയ് ഉണ്ട്, പിന്നെ ഈ സ്കൂൾ നന്നായിക്കൊള്ളുമെന്ന് പറഞ്ഞു. കാരണം അതിന്റെ കാണാൻ ഈ 2-3 വർഷമായിട്ട് ഞാൻ അടുപ്പിച്ച് ഈ സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ വളരെ ഭംഗിയായ രീതിയിൽ സ്കൂളാക്കി. അതിന് പറ്റിയൊരു അധ്യാപകൻ ഇവിടെ വന്നിട്ടുണ്ട്, അതിനോട് ചേരുന്ന സഹായിക്കാൻ പറ്റിയൊരു അച്ഛനുമുണ്ട്.
അങ്ങനെ ഓരോരുത്തർ വന്നു, ഓരോരുത്തർക്കും ഓരോ നിയമം. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, MD LP സ്കൂളും ആ രീതിയിൽ പാമ്പാടി തിരുമേനി പഠിച്ച ഏക സ്കൂള്. പാമ്പാടി തിരുമേനിക്ക് ആകപ്പാട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സാണ്, പിന്നെ സെമിനാരി വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പഠിച്ച ഒരു സ്കൂൾ നശിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. വലിയ വിവാദമുണ്ടായി. കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ ഇവിടെ മന്ത്രിമാരടക്കം സുമാരഴിക്കോട്ടടക്കം ഉള്ള ആൾക്കാർ ഇവിടെ പങ്കെടുത്തതാണ് എയ്ഡ്സ് പിള്ളേർ പഠിച്ചത്. പക്ഷെ ആ സ്ഥാപനം നശിച്ചു പോയില്ല, അത് പോകേണ്ടതായിരുന്നു. പക്ഷെ അവിടുന്ന് ദൈവത്തിന്റെ നിയോഗം പോലെ ഒരു ടീച്ചർ അവിടെ വന്നു. ആ ടീച്ചറിന്റെ കഴിവ് കൊണ്ട് ഇന്ന് ആ സ്കൂൾ നല്ല രീതിയിൽ 89-90 പിള്ളേർ പഠിക്കുന്ന സ്കൂളായിട്ട് അത് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ട്. നല്ല ഒരു അധ്യാപകനാണ്, പ്രധാന അധ്യാപകൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ സഭയെ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു വൈദികരുണ്ട്. ഇതൊരു അനുഗ്രഹപ്രദമായ സമയമാണ്. അതിനാൽ വിനോദിയുടെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ 2 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു മെന്റാലിറ്റി മെമ്പർ എന്നുള്ളതില്ല, അല്ലാതെ എല്ലാം ഒരു സ്കൂള് നിലനിൽക്കേണ്ട ആവശ്യമാണ്. ഒരുപക്ഷെ അനീഷ് അറിയത്തില്ലേ, പാമ്പാടിയിലെ സ്കൂൾ മുത്തശ്ശിമാരുടെ 2ാമത്തെ സ്കൂളായിരുന്നു. 142 വർഷം 139 വർഷമായ സ്കൂളാണ്. മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വിദ്യാഭ്യാസം നമുക്ക് കിട്ടണം എന്നുള്ളതിന്റെ ഉദ്ദേശത്തോട് പണിതൊരു സ്കൂളാണ്. ആ സ്കൂളിന്റെ ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ബിനോയ് ഈ സ്കൂൾ വിതരണം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ ആ മനസ്സ് ആണ് നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും നമ്മളിത് കൈക്കൊള്ളുന്ന ആൾക്കാർക്ക് നമുക്ക് തോന്നുന്നതായിരിക്കും. മുമ്പേ അച്ഛൻ പറഞ്ഞതുപോലെ വിലകടത്തിൽ എന്നെ വന്ന് കണ്ടില്ല, കഷ്ടപ്പാടിൽ എന്നെ വന്ന് കണ്ടില്ല. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. ആ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് നിങ്ങൾ മേടിക്കുന്ന ഈ സഹായം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരാളെന്ന് വീട്ടുമ്പോൾ അന്ന് മനസ്സിലാക്കണം, ബിനോയ് എന്ന് പറഞ്ഞ ഒരാൾ എനിക്കൊരു ബുക്ക് തന്നല്ലോ, ഞാൻ അവരെ ഒന്ന് സഹായിക്കണ്ടേ എന്നൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ നാട് നന്നാകും, യാതൊരു സംശയവുമില്ല. ബിനോയ് നടത്തുന്ന ഈ സംരംഭത്തെ എല്ലാവിധ ആശംസകളും കൊണ്ട് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉദ്ദേശിക്കുന്നു. ഇതിനകത്ത് 5 തിരിയാണുള്ളത്. ഒരു തിരി എൻ്റെ കൂടെ ഇത്ര നാളും ഇത് സപ്പോർട്ട് ചെയ്യുന്ന ബിജു, പിന്നെ വന്ന നാൾ മുതല് അനുചേച്ചിന്ന് വിളിക്കുന്ന, എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ പലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വഴിയിൽ വെച്ച് എന്നെ കാണുമ്പോൾ എൻ്റെ ഗ്ലാമർ കൊണ്ടായിരിക്കും എന്നോട് മിണ്ടാതെ പോകണം പലരെ കണ്ടിട്ടുണ്ട്. പല സാഹചര്യത്തിൽ ഈ സങ്കടം വന്നിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ പലരും നമ്മളെ എന്താണെന്ന് കരുത്തില്ല, എന്നെ കണ്ട് മുഖം തിരിച്ചു പോകും. അനുചേച്ചി എന്ന് പറഞ്ഞ ആള് ഒരു സങ്കടം, അനുചേച്ചി എനിക്ക് ഇന്നപോലെ സങ്കടം, നീ പോടാ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഞങ്ങളില്ലടാ കൂടെ ചോദിച്ച് കുറെ വർഷം വന്ന നാൾ മുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അനുചേച്ചിക്കും, പിന്നെ എൻ്റെ കൂടെ 2006 എൻ്റെ ഒപ്പം നിന്ന ബിനു, അവർ 2 പേരും ഇതിൽ ഒരു തിരി തെളിയിക്കാൻ വേണ്ടി അവർ 2 പേരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം ഞാൻ പറയാം. MD LP സ്കൂളിൽ വെച്ച് എനിക്കൊരു ആദരവുണ്ടായിരുന്നു. ആ ആദരവില് ആ തിരുമേനി അവിടെ ആ വേദിയിൽ പാമ്പാടി തിരുമേനി പഠിച്ച സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് ഇത് ചെയ്യാൻ തോന്നിയത് തിരുമേനിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിന് വലിയൊരു സന്തോഷം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വേദിയിൽ ഒരുപാട് പേരിരിക്കുമ്പോൾ എന്നെ ഫ്രണ്ടിൽ കയറ്റി നിർത്തിയിട്ട് തിരുമേനി പറയുകയുണ്ടായി, വേദിയിൽ ഇരിക്കുന്നവരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. കുറെ പേര് എഴുന്നേക്കായിരുന്നു. പിന്നെ തിരുമേനി വീണ്ടും പറഞ്ഞു, എല്ലാവരുടെ മുമ്പിൽ കൂടിയാണ് പറയുന്നത്, എല്ലാവരും എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ്. അപ്പൊ തിരുമേനി പുറകോട്ട് നോക്കിയപ്പോൾ കുറെ പേരിരിക്കുന്നു, അവരോട് എഴുന്നേക്കാൻ പറഞ്ഞു. എന്നെ ഫ്രണ്ടിൽ കയറ്റിയിട്ട് തിരുമേനി എന്നെ തോള കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞു, ബിനോയുടെ നേരെ കൈ ഊപ്പാൻ പറഞ്ഞു. എനിക്ക് അവിടെ കിട്ടിയ പൊന്നാടയോ മമതയല്ല, എന്നെ അവിടെ ആ തിരുമേനി പറഞ്ഞ് എൻ്റെ മുമ്പിൽ അത്ര ഓഡിയൻസിനെ കൊണ്ട് എൻ്റെ മുമ്പിൽ കൈ ഊപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. വളരെ ഞാൻ ഇപ്പോഴാണ് ഓർത്ത് അത് പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാവമായി മാറും. എന്നെ സ്നേഹിക്കുന്ന അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊന്നാണ് അനുചേച്ചി. വന്ന നാൾ മുതൽ ശരിക്കാണ് ചോദിച്ചാൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കാൻ പോകുന്നത്. അതൊന്നും നോക്കണ്ട, വന്ന നാൾ മുതൽ ഞാൻ ഒരു വഴിയെ പോയി കഴിഞ്ഞാൽ എടാ എന്ന് വിളിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് ഒന്നിച്ചു പോകും. കഴിഞ്ഞ ദിവസം ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിൽ സാഹസിക എന്നൊരു നടി വന്നായിരുന്നു അവിടെ. ആ നടിക്കൊപ്പം എന്നെ സാഹസിക നടിക്ക് അനുചേച്ചി അപ്പുറം എന്നെ ഇപ്പുറം നിർത്തി അവിടെ ഫുള്ള് എല്ലാവരും കൂടെ എന്നെ കൂട്ടിക്കളതാണ്. അതിനൊക്കെ എനിക്ക് വളരെ സന്തോഷം. അപ്പൊ അവിടെ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അവർ നോക്കി ഇത് ഏതാണ് ഈ വേട്ടാവുളിയെ കൂടെ അവിടെ
അടിച്ചൊക്കെ എന്നെ മാറ്റി നിർത്തിയില്ല. അടിച്ചൊക്കെ എന്നെ കൂടെ നിർത്തി. അവസാനം ഞാൻ വരച്ച പാടം കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ സാസിന്റെ ഇതാണ് വിളയി വരച്ച പാടാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ് ഇതുപോലൊരു പടം എനിക്ക് വരച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ അടിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. എനിക്ക് തന്നെ എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരാളുകൂടെ ഉണ്ട്. പക്ഷെ ഈ ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ വിളിച്ചു ഇന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഞാൻ വരത്തില്ല, സാരയില്ല, നീ ഉണ്ടല്ലോ അവിടെ സന്തോഷം. ഞാൻ എനിക്ക് ഇതുപോലെ കൂട്ടിലില്ല കുറെ പേരുണ്ടല്ല, അവരുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. അനുസരിച്ചൊരു കാര്യം പറഞ്ഞ് പ്രസംഗിക്കാൻ മാത്രം വിളിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അനുസരിച്ചിട്ട് പറഞ്ഞ് പ്രസംഗിച്ചാലും കുഴപ്പമില്ല, എന്നെ 2 വർത്താനം പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അനുസരിച്ച് നല്ലൊരു പാട്ടുകാരിയാണ്. എല്ലാവർക്കും അറിയാമെങ്കിലോ എനിക്ക് അറിയത്തില്ല. അനുസരിച്ച് നല്ലൊരു പാട്ടുകാരിയാണ്. അനുസരിച്ച് പ്രസംഗിച്ചിട്ടാലും ഒരു 2 വരി എനിക്ക് വേണ്ടി പാടണം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ബിനോയെ കണ്ട കാലം പോലെ അവരോട് സംസാരിക്കും, ചിരിക്കും, വർത്തമാനം പറയും. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അവനോട് പൈസ കൊടുത്ത് ഒന്നും സഹായിച്ചിട്ടില്ല. അവൻ്റെ ഒരു നല്ല മനസ്സ് എല്ലാവർക്കും ഒരു പ്രചോദനം വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. രണ്ടുപേരും കാണാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആദിപ്പഴം പെരുക്കാം പീലിക്കുടൽ നിവർത്തി, ആദിപ്പഴം പെരുക്കാം പീലിക്കുടൽ നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോരി നടുക്കുരുവി നീ വരുമാ. ആദിപ്പഴം പെരുക്കാം പീലിക്കുടൽ നിവർത്തി. കുറച്ച് ടെൻഷനുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ ഇരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ അറിയിക്കും. പഠനോപകരണ വിതരണ ഉദ്ഘാടനമാണ്. അതിനായി ഇത്രയും സ്നേഹവും ബഹുമാനം നിറഞ്ഞ ശ്രീ അനീഷ് ആനിക്കാടിനെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. മാനവസേവയാണ് യഥാർത്ഥ മാനവസേവനം സന്ദേശം നൽകിയ ഈ യോഗത്തിൻ്റെ ഏറെ സ്നേഹനിധിയായ അധ്യക്ഷൻ താമസിച്ച ഈ വാർഡിൻ്റെ സർവോന്മുഖ അഭ്യാസത്തിന് വേണ്ടി 24 hours ഓടി നടക്കുന്ന ഭീകരനായി ക്ഷണിച്ചായ ഇതൊക്കെ ഉപരിയായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമുള്ള മഹത്വത്തിലുള്ള സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ബിനോയ്, ഈ സ്കൂളിൻ്റെ നാടകരായ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഇത് കണ്ടു വന്നപ്പോൾ സന്തോഷം തോന്നി. നിങ്ങൾ കുട്ടികളൊക്കെ ഒഫീസിലേക്ക് നോക്കണം. നമ്മുടെ 2 മുൻ രാഷ്ട്രപതിമാരുടെ കാണാപ്പാടുള്ളത്. ഒന്ന് APJ അബ്ദുൽ കലാം സാറിൻ്റെയും 2 നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെയും. ഈ 2 പേരുടെയും ജീവിതോദ്ദേശം മാത്രം ഉൾക്കൊണ്ടാൽ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ ആളായി മാറാൻ പറ്റും. ഒരുപക്ഷെ ആ ഉദ്ദേശമായിരിക്കും തോന്നുന്നു ഭയങ്കരനായ ജോൺ സാർ ആ 2 പേരുടെ പഠനം വെച്ചിരിക്കുന്നത്. അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിൽ നമുക്കൊന്ന് ഒരു സെക്കൻഡോട് കടന്നു പോകാം. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒന്ന് പൈലറ്റാകണമെന്ന്. അദ്ദേഹം അതിനുവേണ്ടി പഠിച്ചത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ അദ്ദേഹം പഠനമൊക്കെ പൂർത്തിയാക്കി ഇന്റർവ്യൂവിൽ ചേർന്നു. 10 പേർക്ക് ലാസ്റ്റ് സോർട്ട് ചെയ്തു. പക്ഷേ 9 പേർക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു. അദ്ദേഹം 10ാമനായി പോയി. അദ്ദേഹം അവിടെ ഒന്നും പദവിയില്ല. അദ്ദേഹം ആരായി ചേർന്നു. പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. അപ്പോൾ അദ്ദേഹം ആരായി ചേർന്നു? വ്യോമസേനയുടെ ഏറ്റവും വലിയ ചീഫായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം തൻ്റെ ആഗ്രഹം പങ്കുവെച്ചത് എയർ മാർഷലോട് എനിക്ക് വിമാനം പറക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 6 മാസം കൊണ്ട് വിമാനം ഓടിക്കാൻ പഠിച്ചു. അദ്ദേഹം രാഷ്ട്രപതിയായ ഒരു പൈലറ്റായ ആകെ വ്യക്തിയാണ്. അദ്ദേഹം യുദ്ധവിമാനം പറപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും പറയും, സ്വപ്നം നമ്മൾ കാണണം. എനിക്ക് കുട്ടികളുടെ മനത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഏത് സ്ഥലത്ത് എത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിങ്ങൾക്കറിയാം, ജനങ്ങളുടെ കൊച്ചു ഗ്രാമം ഒരു ആദിവാസി ഗോത്രബോധപ്പെട്ട ആളൊക്കെ രാഷ്ട്രപതി ആവുന്നതെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് രാഷ്ട്രപതി ഉണ്ടായിരുന്നു. നാളെ എന്തുകൊണ്ട് പുറപ്പാട്ടിൽ നിന്ന് ഇത്ര ആളുകൾ ഉണ്ടായിക്കൂടാന്ന് ചിന്തിക്കേണ്ട കാലമാണ്. കാരണം അത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പോകുന്നത്.
ഞാൻ ഗർഭമായിട്ട് പിന്നെ പറയുന്ന അവസരം വരാം. ഞാൻ ചടങ്ങിലേക്ക് അടയ്ക്കുകയാണ്. എൻ്റെ സ്നേഹിതൻ ശ്രീ ബിനോയി ഇന്നലെ വന്നിട്ടുണ്ട്. ചേട്ടനാണ് ഈ പാല് മുഴുവൻ വെച്ചതെന്ന് പറഞ്ഞു. കാരണം ആരും അറിയാതെ പോകൊണ്ടിരിക്കുകയാണ് ബിനോയി കുറച്ച് എൻ്റെ വർഷങ്ങളായിട്ട്. എന്നോട് സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞു, ബിനോയി ഒരു കലാകാരനുണ്ട്, അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അതൊരു വാർത്തകൾ വിചാരിച്ചു. നമുക്ക് നമ്മുടെ കുറേ ആൾക്കാർ വാർത്തകളിൽ ഓടി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ സത്യമായിട്ട് തുറന്ന് ദൈവസത്യം പറയുകയാണ്, ബിനോയി അറിയാതെയായിരുന്നു ബിനോയുടെ ആദ്യത്തെ വാർത്ത വന്നതാണ് സത്യം. അതിൽ നിന്നാലും ബിനോയുടെ എല്ലാ ഉയർച്ചയും ഉണ്ടായത് എന്ന് പറഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ കോടികൾ പോലുള്ള ഒരുപാട് ആളുകളുണ്ടായി ഈ ദർശനങ്ങളൊക്കെ. പക്ഷേ അവർക്ക് ഇല്ലാത്തൊരു മനസ്സാണ് ബിനോയി കാണിച്ചത്. പണിയെടുത്തുണ്ടാക്കിയ പൈസ, ഒരു സ്കൂളിൽ നിന്ന് പണിയെടുത്തുണ്ടാക്കിയ പൈസ മറ്റൊരു സ്കൂളിലേക്ക് വന്ന് കുട്ടികൾ കൊടുക്കാന്ന് പറയുമ്പോൾ അതിൽ പരം നമ്മൾ ഒരു വ്യവസ്ഥയില്ലാത്ത ഒരു സന്ദേശമാണ് ബിനോയി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒത്തിരി നന്മകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പലതും നമ്മൾ അറിയാതെ പോകുന്നു. ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ മാത്രം അറിയുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളൊക്കെയുണ്ട്. അദ്ദേഹം ഒരിക്കലും വിഷമിക്കേണ്ടത് മാത്രമേ പറയാറുള്ളൂ. കാരണം നിങ്ങളുടെ നന്മയിലൂടെ എപ്പോഴാണെങ്കിലും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തുറന്നുകൊണ്ടിരിക്കുക, ഈ നന്മകൾ സാധ്യമാകുന്നത് തുറന്നുകൊണ്ടിരിക്കാൻ മാത്രമേ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ വരാൻ സാധിക്കുന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. ഇത്രയും ആളുകളെ ഇവിടെ കിട്ടിയുള്ള സന്തോഷവും അതിലേറെ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ പ്രിയയായ സുനീഷിന്റെ ബ്യൂട്ടീഷ്യൻ എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് ബ്യൂട്ടീഷ്യനൊക്കെ വൃത്തിയായിട്ട് ഗായികയെല്ലാം അറിയപ്പെടുന്നത്. 100 കണക്കിന് വേദികളിൽ ഹരോന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ ലക്ഷങ്ങളുടെ പാടാൻ പോലെ നമുക്കിവിടെ ഓർമ്മയുള്ള പാട്ട് പാടാൻ ഒന്നും ക്ഷണിക്കുകയാണ് അല്ലേ. നമുക്കൊന്ന് കൈയടിച്ച് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഈ ഒരു യോഗ പരിചയം ചെയ്യാം. അതുകൊണ്ട് ഒരു മികച്ച ഗാനം വേണമെങ്കിൽ കരം കിട്ടു തരാം. പാടി നമുക്ക് നല്ല ഹിന്ദിപ്പാട്ടൊക്കെ അസാധാരണ പാട്ട് നടന്നുകയാണ്. ഈ ഒരു യോഗത്തിൽ എല്ലാവരും പൂർണ്ണതയാകും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസിക്കുന്നു. വിനോദി ഇതിലൂടെ നന്ദി, നമസ്കാരം. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അറിയാവുന്ന പാട്ട് പാടാവേ. मेरे सपनों की रानी कब आएगी तू, आए रुको मस्तानी कब आएगी तू, मिट जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आए रुको मस्तानी कब आएगी तू, मिट जाए जिंदगानी कब आएगी तू, चलिया तू चलिया. പഠനോപകരണത്തിനുള്ള ഉദ്ഘാടനമാണ്. അത് നമ്മൾ സ്കൂളിലെ കുട്ടികളെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. കുട്ടികളെ നിർത്തി ഇങ്ങനെ ബാഗ് കൊടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ആ കുഞ്ഞുങ്ങൾ ഇല്ലായ്മയെന്ന് പറഞ്ഞായിരിക്കും അവരുടെ വേദന വെച്ച് നമ്മൾ സ്റ്റാറാകാൻ ശ്രമിക്കരുത്. ഒരിക്കലും ഞാൻ ഈ കുഞ്ഞുങ്ങളെ വേദി വിളിക്കുന്നതില്ല. എൻ്റെ 16 വർഷമായിട്ട് ഒരു കുട്ടികളെ ഞാൻ എൻ്റെ സ്റ്റേജിൽ വിളിച്ച് പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഞാനത് കൃത്യമായിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന രീതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്ന ബാഗും ബുക്കും നമ്മുടെ അരീക്ഷേട്ടൻ HMലെ കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് ഇല്ലാതെ വിദ്യാർത്ഥികളെ എത്തിച്ചോളൂ. നിങ്ങൾ ഈ ബാഗ് നോക്കുക, ഇത് സ്കൂബിയുടെ ബാഗാണ് എൻ്റെ പക്ഷേ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം സ്കൂബിയുടെ ബാഗിന് 1000 രൂപ വില മതിക്കുന്നതാണ്. കൊണ്ട് ഈ പ്രാവശ്യം ബാഗ് എവിടെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ബാഗ് തിരിച്ചെന്നെ കൊണ്ടുവരിക. അതേ ബാഗ് തന്നെ ഞങ്ങൾ തിരിച്ചു തരുന്നതായിരിക്കും. ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങനെ ഞാൻ കൊടുക്കുന്ന ബാഗിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും. ഞാനത് വെറും പ്രദർശനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഇത് എൻ്റെ അധ്വാനത്തിൻ്റെ ദേഹത്തിൻ്റെ ഫലമാണ്. അത് നിങ്ങൾ ഓർക്കണം. ഇത് മേടിച്ചിട്ട് പാമ്പാടി ഇത് വില കൂടി കിട്ടും എന്ന് ആരും വിചാരിക്കരുത്. കിട്ടും, എനിക്കറിയാൻ കിട്ടും. പക്ഷെ എനിക്കറിയാം ഒരു കുട്ടിയെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ആ സമയത്ത് ഒരു കുട്ടിയെ വളർത്തുന്ന സമയത്ത് ഞാൻ ഇന്ന് ഇവിടെ ഇത്രയും കുട്ടികളെ സഹായിക്കുക. അപ്പം അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അഹങ്കാരമായിട്ട് എടുക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ ആദരവ് സ്വീകരിക്കും. നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോൺ മത്തായി സാറിനെ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനവും ആദരവുള്ള അനിൽ തോമസ് അച്ഛൻ, വാർഡ് മെമ്പർ ആദരണീയ ഷിബു സാറ്, മലയാള മനോരമ പാമ്പാടി ബ്യൂറോ ചീഫ് അനീഷ് ആനിക്കാട് സാർ, ബിനോയ് ബിനു, സ്നേഹം നിറഞ്ഞ കർഷകരുടെ സഹപ്രവർത്തകരെ കുഞ്ഞുങ്ങൾ,
ഞാൻ വളരെയധികം അഭിമാനത്തോടെ സന്തോഷത്തോടെ വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വിദ്യാഭ്യാസം 2023 ആർട്ടിസ്റ്റ് വിനോയ് പാമ്പാടിയുടെ 16ാമത് പഠനോപകരണ വിതരണം ഇതിനായി ഞങ്ങളുടെ സ്കൂളിനെ തെരഞ്ഞെടുക്കുകയാണ്. അതിൽ പങ്കാളിയാകുവാൻ വലിയ അവസരം കിട്ടിയതൊക്കെ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഞാൻ വിനോദിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാൻ പ്രവേശനോത്സവത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്കറിയാം, ഒരു സ്കൂളിലെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന ഭാരങ്ങൾ നമുക്കറിയാം. 3-4 കുട്ടികൾ, 2-3 കുട്ടികളൊക്കെ പഠിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ധാരാളം ചെലവുകളുണ്ട്. ബാഗിനൊക്കെ ഇപ്പോൾ കുറഞ്ഞത് 1000 രൂപയാണ്. ബുക്കുകൾ, പുസ്തകങ്ങൾ, കോട ഇതൊക്കെ മേടിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ വലിയ സാമ്പത്തികമായ ഉന്നതിയിലുള്ള കുഞ്ഞുങ്ങളല്ല. എനിക്കറിയാം, വളരെയധികം പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ സ്കൂളിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ അവർക്ക് വളരെ സഹായകമായിരിക്കാം ഈ ബാലികകളും ഈ ബുക്കുകളും എന്നത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് വിനോദ് ചെയ്ത ഈ നല്ല പ്രവൃത്തികളെ നമുക്കെല്ലാം മാതൃകയാക്കാം. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഓർമ്മയാണ്. വിനോദിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ വിനോദി സമുദ്രത്തിൽ കൂടെ ഒഴുകി പോകുന്ന വലിയൊരു മഞ്ഞുമലയ്ക്ക് തുല്യമാണ്. കാരണം നമ്മൾ പുറമേ നോക്കുമ്പോൾ ഈ മഞ്ഞുമലയുടെ കുറച്ച് ഭാഗം മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ഈ മഞ്ഞുമലയുടെ ബാക്കി ഭാഗം മുഴുവനും ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞാൽ വിനോദി ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കാരണം പുതിയതായിട്ട് ഇവിടേക്ക് വന്നൊരു അധ്യാപകനാണ്. എനിക്ക് ഇവരെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ വിനോദിയെ ഓരോ ദിവസവും അടുത്തറിഞ്ഞപ്പോഴാണ് വിനോദിയുടെ ആ നന്മയുടെ വശം എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനിയും വിനോദിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനാണ്. നമുക്കറിയാം, രാവും പകലിൽ നിന്ന് ബിനുവും അതുപോലെയൊക്കെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൂളുകളൊക്കെ ഇന്ന് ഈ ഒരു നല്ല നിലയിലേക്ക് വന്നത്. അതുകൊണ്ട് വിനോദിയുടെ നല്ല പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം അധ്വാനിച്ച് കിട്ടുന്ന പണം നമുക്കൊക്കെ അറിയാവുന്ന ലക്ഷങ്ങൾ, അച്ഛൻ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ ഒരു അല്പം ഒരു പലിശ പോലും ആർക്കും കൊടുക്കാതെ വീണ്ടും പൈസയ്ക്ക് വേണ്ടി ആർത്തിയുള്ള ഈ സമൂഹത്തിൽ തൻ്റെ ജോലിയുടെ നല്ലൊരു ഭാഗം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് ഇതിനൊരു അനുഗ്രഹമാണ്. ഞാൻ പറയുമ്പോൾ 100 ടൺ പ്രസംഗത്തെക്കാൾ 1 ടൺ പ്രവൃത്തിയാണ് നല്ലത്. 100 ടൺ പ്രസംഗം ഇന്ന് പ്രസംഗിക്കാൻ അനേകരുണ്ട് പ്രസംഗിക്കാനും അനുതാപം കാണിക്കാനും സഹതാപം കാണിക്കാനും അനേകരുണ്ട്. ആരും നല്ല പ്രവൃത്തി ചെയ്തില്ല. ബൈബിളിൽ ഇങ്ങനൊരു വാക്കുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്, പ്രവൃത്തിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് വിനോദി കാണിച്ച് നല്ല മാസം എല്ലാവർക്കും പ്രചോദനമാകണം. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ വായികളും ബുക്കൊക്കെ കിട്ടുമ്പോൾ നന്നായി സൂക്ഷിക്കണം. 2 വർഷമെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുക, ഞങ്ങൾക്കൊന്നും ഈ ബാഗൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ ഈ റബ്ബർ ബാൻഡ് വലിച്ച് കെട്ടി അതൊക്കെയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഞാനുമൊക്കെ അനേക കഷ്ടതയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്കറിയാം ഈ കഷ്ടതയുടെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 10ാം ക്ലാസ്സിലും ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ലൈറ്റ് പോലും ഇല്ല. വിളക്കിൻ്റെ വെട്ടത്തിൽ നിന്ന് പഠിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് കഷ്ടതയുടെ പ്രയാസം നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്കും വലിയ ബുദ്ധിമുട്ടും സഹതാപവും ഒക്കെയാണ്. അതുകൊണ്ട് വിനോദ് ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തി നമുക്ക് മാതൃകയാക്കാം. നിങ്ങളെല്ലാവരും വിനോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും വലുത്. നമുക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒന്നുമില്ല. നിങ്ങളുടെ രാവിലത്തെയും വൈകിട്ടത്തെ എല്ലാ പ്രാർത്ഥനയ്ക്ക് വിനോദിയേക്കൊക്കെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് വിനോദിയുടെ നല്ല പ്രവൃത്തിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. വിനോദിയോടൊപ്പം തന്നെ എപ്പോഴും വിനോദിയോടൊപ്പം തന്നെയുണ്ട്. വിനോദം നമുക്കറിയാം സ്കൂളിന് വേണ്ടി ഒത്തിരി തൻ്റെ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. ചില സമയങ്ങളൊന്നും ഓടുന്നത് ഞാൻ ഒരു പൈസ പോലും കൊടുക്കാറില്ല. അതുകൊണ്ട് വിനോദിയെ സംബന്ധിച്ച് ആശംസ നേരുകയാണ്. അതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്ന നമ്മുടെ ഞങ്ങളുടെ സ്കൂളിനെ സ്നേഹിക്കുന്നുണ്ട്. തുടർന്ന് സ്നേഹിക്കണം. പിന്നെ ഇവിടെ രക്ഷകർത്താക്കൾ എല്ലാം ഈ സ്കൂളിനെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 10 പിള്ളേരോട് കൂടി തുടർന്നും ഈ സ്കൂൾ ഈ ദേശത്തിന് ഒരു അഭിമാനകരമായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എല്ലാ ആശംസകളും ഈ സമയത്ത് ഞാൻ വിനോദിക്ക് നേരുകയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോരമയുടെ പാമ്പാടി ചീഫ് അനീഷ് സാറിനെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. സാറിവിടെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് മുഴുവൻ സമയം സാറായിരുന്നു. സാർ തുടർന്നും ഞങ്ങൾ സാറിൻ്റെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാറിനോട് എല്ലാവരുടെയും പേരുള്ള ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പ് സാർ ഏത് സമയം ഞാൻ വിളിച്ചാൽ എത്ര തരത്തിലാണ് ഫോൺ വിളിക്കുകയും ഞാൻ എടുത്തെനിക്ക് തിരിച്ചറിഞ്ഞ് വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് സാറിനെ എല്ലാ ആശംസ അറിയിക്കുകയാണ്. അച്ഛനെ കുറിച്ച് കൂടുതലായിരുന്നു പറയുന്നില്ല. അച്ഛൻ ഈ സ്കൂളിൻ്റെ എല്ലാം ഘട്ടമാണ്. ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഈ സ്കൂളിൽ ഇന്ത്യ ചെയ്യാൻ വേണ്ടി അച്ഛൻ ഞങ്ങൾ നൽകിയിരിക്കുകയാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയും കൊച്ചമ്മ അതുപോലെ കൊച്ചമ്മ നടന്നുണ്ട്. കൊച്ചമ്മ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ സ്കൂളിൽ വേണ്ടി ചെയ്തു തരുന്നുണ്ട്. കൊച്ചമ്മ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ചെറിയ ബിസ്ക്കറ്റുകളൊക്കെ എനിക്ക്
തന്നിട്ടുണ്ട്. എല്ലാവരോടുള്ള കൊച്ചുമേലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സ്കൂൾ നമുക്ക് ദേശത്തൊരു അഭിമാനമായിട്ട് മാറുക എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി എല്ലാവരും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശരി, ഭവിഷ്യരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കൃതജ്ഞത അർപ്പിക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് ബിനോയിയെക്കുറിച്ചുള്ള ചില അനുഭവങ്ങൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഞാൻ 2014 ജനുവരിയിലാണ് ഞാൻ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്തൊന്നും ഞാൻ ബിനോയിയെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. 2016, അതായത് 2 വർഷത്തിന് ശേഷം ഞങ്ങളുടെ സ്കൂളിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും കുറേ കുട്ടികൾ, ഏകദേശം ഒരു 15 കുട്ടികളോളം അതിൽ TC വാങ്ങി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പിന്നെ വീടിന് 2ാമത് കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് ആ വർഷത്തെ ആനിവേഴ്സറിക്ക് ഈ വിരലിൽ 2ാമത് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ആനിവേഴ്സറി നടത്തുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ബിനോയുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം കുട്ടികളുടെ പ്രോഗ്രാം, അത് കൂടാതെ ബിനോയ് വന്ന് ഒരു വലിയ ഒരു കലാസന്ധ്യ തന്നെ ഇവിടെ ഒരുക്കുകയുണ്ടായി. ആ സമയത്താണ് ബിനോയ് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു വലിയൊരു കലാകാരൻ, മറ്റ് കലാപരമായിട്ടുള്ള ബിനോയുടെ കഴിവുകളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബിനോയ് നന്നായിട്ട് ഡാൻസ് ചെയ്യും, ബിനോയ് നന്നായിട്ട് അഭിനയിക്കും. അപ്പം ഇതൊക്കെ അന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. അതിനുശേഷം അതിൻ്റെ അടുത്ത വർഷം ഇതുപോലെ തന്നെ ആനിവേഴ്സറിക്ക് ബിനോയ് കടന്നു വരികയും കഴിഞ്ഞ വർഷം തലേ വർഷത്തേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു ആനിവേഴ്സറിയാണ് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചത്. അന്ന് ഇവിടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത് തന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹം സിനിമാ ദയന്റെ വേഷം അവതരിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. സ്റ്റാലിൻ, കോട്ടയം സ്റ്റാലിൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ ആ വേഷത്തിൽ ഒരുങ്ങി ഇവിടെ വന്ന് പുറയിൽ നിന്ന് വളരെ കളർ ലൈറ്റുകളൊക്കെ കൊടുത്ത് അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയും ആ സിനിമ ഗാനത്തിനൊപ്പം ചുവട് വെക്കുകയും ഒക്കെ ചെയ്ത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ബിനോയിലുള്ള ആ ഒരു കലാപരമായ കഴിവുകൾ ഞങ്ങൾ ഓരോ വർഷം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ 2 വർഷത്തെ ആനിവേഴ്സറിയോട് കൂടി തന്നെ ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ ആ ഒരു പോരായ്മ അല്ലെങ്കിൽ ഞങ്ങൾ പിന്നോട്ട് പോയ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കരയുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് ബിനോയ് പുറത്ത് ഈ ബുക്കുകളുടെ വിതരണം നടത്തുന്നത് ഉപരി ബാക്കിയുള്ള ബുക്കുകൾ മുഴുവനും സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നതാണ്. അത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു. അപ്പോൾ ബിനോയ് ഇവിടെ പറയുന്നതായിരുന്നു, നമ്മുടെ സ്കൂളിൽ തന്നെ 6 കുട്ടികൾക്ക് ബുക്ക് കൊടുത്തുകൊണ്ടാണ് ബിനോയ് ഇതിൻ്റെ ആരംഭം കുറിച്ചത്. അപ്പോൾ ബിനോയ് ഇതിവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബിനോയ് ഈ ബുക്കുകളും ബാഗുകളും കൊടുക്കുന്ന ഈ പ്രവർത്തനത്തിനുപരിയായി ഇപ്പം ബിനോയ് ചില അനുഭവങ്ങളോട് നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പം ഈ തലം വിട്ട് ഇതിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് ബിനോയ് പ്രവേശിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ബിനോയ്ക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും ആശംസകളും ഞാൻ ഈ സമയത്ത് അർപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ലോക്കൽ മാനേജർ റവറൻ അനിൽ തോമസ് അച്ഛനാണ്. അച്ഛൻ നമ്മുടെ സ്കൂളിൻ്റെ ഈ ലോക്കൽ മാനേജറായിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം വളരെയധികം ആത്മാർത്ഥതയോടെ അച്ഛൻ സഹകരിക്കും. ഏത് കാര്യത്തിനും അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ വരികയും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച് അച്ഛന് സ്കൂളിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ വിദ്യാകിരണം എന്ന ഈ പ്രോഗ്രാം
ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വാർഡ് മെമ്പറായ കുര്യൻ സാറാണ്. കുര്യൻ സാറും ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ഏത് ആവശ്യങ്ങൾക്കും നമ്മോടൊപ്പം സഹകരിക്കുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നമ്മളോടൊപ്പം സഹകരിക്കുന്ന കുര്യൻ സാറിനും സ്കൂളിന്റെ നാട്ടിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്ന് ആശംസകൾ അറിയിച്ചത് ഒന്ന് അനുമാനമാണ്. അനുമാനത്തെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും. നല്ല ഒരു ഗാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഗാനമല്ല 2 ഗാനം ആലപിച്ചു. അനുമാനത്തെ പോലെയുള്ള നല്ല മനസ്സുള്ള വിനോയോടൊപ്പം സഹകരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. അനുമാനത്തിന്റെ കൂടുതൽ സഹകരണങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പൊ അനുമാനത്തോടുള്ള നന്ദി സ്നേഹവും സ്കൂളിലെ നാട്ടിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലെ ആശംസ അറിയിച്ച നമ്മുടെ സ്കൂളിലെ മാസ്റ്ററായ ജോൺ മത്തായി സാറ്. ജോൺ മത്തായി സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറ് ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് സാറ് സ്കൂളിലേക്ക് കടന്നു വരുന്നത്. സാറ് ഇവിടെ വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ സ്കൂളിന്റെ വിനോദൊപ്പമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റി നൽകാനായിട്ട് സാറിന് സാധിച്ചു. സാറിന്റെ എല്ലാ സേവനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ പഠനോപകരണ വിതരണം ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ഇതിലേക്ക് കടന്നു വന്നത് പാമ്പാടി മലയാള മനോരമ പാമ്പാടി ബ്യൂറോ ചീഫായിട്ടുള്ള അനീഷ് ആനിക്കാട് സാറാണ്. സാറിനെ ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സാറും ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. സാറെ പരിചയപ്പെടാൻ സാധ്യത വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. സാറിനോടുള്ള നന്ദി സ്നേഹവും സ്കൂളിനെ നമുക്ക് അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ ഇവിടെ കടന്നു വന്ന അതുപോലെ ബിനുവിന്റെ പേര് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ ഞങ്ങളുടെ സ്കൂളിന്റെ ഓട്ടോ ഓടിക്കുന്നത് ബിനു തന്നെയാണ്. കുട്ടികളെയൊക്കെ വളരെ സുരക്ഷിതരായിട്ട് സമയങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ ബിനു അധികം ശ്രദ്ധാലുമാണ്. ബിനുവിനും ഈ സ്കൂളിന്റെ നാട്ടിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങില് യൂട്യൂബ് ചാനൽ ഉത്സവം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തകരായിട്ട് എത്തിയിരിക്കുന്ന അരുൺ സാറിനും സ്കൂളിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഇവിടെ കടന്നു വന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നേരിടുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ അവസരമില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് ദാനം നൽകി. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് ഓർക്കുന്നതിന് നൽകിയിട്ടുള്ള അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ട് പോകാൻ നമ്മൾ ഏവരെയും ബലപ്പെടുത്താൻ പ്രവർത്തിക്കുന്നു. കർത്താവ് 2ാമത്തെ വരവിൽ വിശ്വസ്തമുള്ള ബുദ്ധി ഞങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകണമേ. പ്രകൃതിയോടെ പ്രിയാസാനം ഉണ്ടാകണമേ. യേശുവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.